ചികിത്സാ പിഴവ്. ഉഷയുടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുടെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിൽ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുടെ ദൃശ്യങ്ങൾ പുറത്ത്. ഉഷ ജോസഫിന്റെ വയറ്റിൽ 5 വർഷം മുമ്പ് കുടുങ്ങിയ കത്രികയുടെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലായിരുന്നു. സംഭവത്തിൽ ഉഷ ജോസഫിന്റെ ഭർത്തൃ സഹോദരി നൽകിയ പരാതിയിൽ അന്നത്തെ ഗൈനക്കോളജി വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരുന്നു. കേസിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ വൈറലിൽ നിന്ന് പുറത്തെടുത്ത കത്രികയുടെ ഭാഗങ്ങൾ പോലീസിന് കൈമാറും. ഇന്നാണ് ശസ്ത്രക്രിയയിലൂടെ കത്രിക പുറത്തെടുത്തത്. കൊച്ചി അമൃത ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് കത്രിക പുറത്തെടുത്തത്. ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർക്കൊപ്പം എറണാകുളം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ പിഴവിൽ ഗൈനക്കോളജി വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡോക്ടർ ഷാഹിദയാണ് ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ നടത്തിയെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒബ്സ്ട്രിക്സിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ഷാഹിദയെ പ്രതി ചേർത്തിട്ടില്ല. എന്നാൽ ഡോക്ടർ ഷാഹിദയെയും ഗ്രേഡ് 1 നഴ്സായ ധന്യ PS അന്വേഷണ വിധേയമായി ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. 2021 മെയ് മാസത്തിലാണ് ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് മുഴ നീക്കാനുള്ള ശസ്ത്രക്രിയ നടന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഠിനമായ വേദന അനുഭവപ്പെട്ടിരുന്നുവെന്നാണ് ഉഷ പ്രതികരണത്തിൽ പറഞ്ഞത്. ആശുപത്രികളിൽ മാറി മാറിപ്പോയി ചികിത്സ തേടിയിട്ടുണ്ടെന്നും അവർ പറയുന്നു. മൂത്രത്തിലൂടെ രക്തം പോകാൻ തുടങ്ങിയപ്പോഴാണ് താൻ ടെസ്റ്റുകൾ നടത്തിയത്. ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മൂത്രസഞ്ചിയിൽ കല്ലാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കണ്ടത്. ഇതായിരുന്നു ഉഷയുടെ വാക്കുകൾ. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ ഉഷയെ പ്രവേശിപ്പിച്ചത്.